ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PS ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും കേരള PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്കാണ്. മൗലിക അവകാശങ്ങൾ. ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത് മൗലിക അവകാശങ്ങളിൽ നിന്നുമാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേല്. ഓപ്ഷനിൽ ഉറപ്പായിട്ടും ഡോക്ടർ BR അംബേദ്കറും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും കാണും. എന്നൊക്കെ മൗലിക അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാ ഇവർ രണ്ടുപേരും ഓപ്ഷനിൽ ഇട്ട് തരും. അപ്പോ സുഹൃത്തുക്കൾ ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആവരുത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം 3 100ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം 3. എത്ര സുഹൃത്തുക്കളെ? ഭാഗം 3. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. മറക്കരുത്, മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നതും അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. മൗലിക അവകാശങ്ങൾ എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നതും എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ? അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണമുള്ളത് ഭരണഘടനാ ഭാഗം എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളാണ്. എന്തൊക്കെയാ അവനെ വിളിക്കുന്ന പേര്? ഭരണഘടനയുടെ ആണിക്കല്ലെന്നും ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണമുള്ള ഭരണഘടനാ ഭാഗം എന്ന് ചോദിച്ചാൽ അത് മൗലിക അവകാശമാണ്. കൺഫ്യൂഷൻ വേണ്ട, ഒന്നുകൂടി പറയാണ്. ആണിക്കല്ല്, മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണമുള്ളത് മൗലിക അവകാശത്തിനാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി. ചില ക്വസ്റ്റ്യൻസിൽ PSC ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻസിൽ PSC സുപ്രീം കോടതിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ പഠിക്കുക. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയുമാണ്. പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 100ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 6 പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 6 അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി പഠിക്കേണ്ടതാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെയാ സുഹൃത്തുക്കളെ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഇമ്പോർട്ടന്റ് പോയിന്റ്, 100ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യമാണ്, പഠിക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്രയാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എത്ര മുതൽ എത്ര വരെയാണ്? ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ഇത് കഴിഞ്ഞ LD ലെവൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രിലിംസിനും ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടന പ്രതിവിധിക്കുള്ള ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. ഭരണഘടന പ്രതിവിധിക്കുള്ള ആർട്ടിക്കിളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ 32 മുതൽ 35 വരെയാണ്. ഒന്നുകൂടി പറയുവാണ്. സമത്വത്തിനുള്ള അവകാശം ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 21 100ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 1978 44 ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ അതിനു മുമ്പ് വരെ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ എല്ലാ മൗലിക അവകാശങ്ങളും തടയപ്പെട്ടിരുന്നു. എന്നാൽ 1978 44 ഭേദഗതി പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 20 അതിനോടൊപ്പം
തന്നെ ആർട്ടിക്കിൾ 21 സ്ഥിരം PSCയുടെ ചോദ്യം ആർട്ടിക്കിൾ 21 ഉത്തരമായി വരുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ പഠിക്കുക. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 7 ആയിരുന്നു. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്, 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. മൗലിക അവകാശങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടതും എന്നാൽ ഇപ്പോൾ നിയമപരമായ അവകാശമായി മാത്രം ഒതുങ്ങിയതുമാണ് സ്വത്തവകാശം. ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യമാണ്. ഇതും 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. മൗലിക അവകാശങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടതും ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമായി നിൽക്കുന്നതും എന്ന് ചോദിച്ചാൽ അത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ 300A ഭാഗം 12 ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇത് പഠിച്ചു വെച്ചോളെ, ഇമ്പോർട്ടന്റ് ആണ്. സ്വത്തവകാശം ഇപ്പോൾ എവിടെയാ കിടക്കുന്ന സുഹൃത്തുക്കളെ? ഇന്ത്യൻ ഭരണഘടനയിൽ 300A കിടക്കുന്നത്. ഭാഗം എത്രയാണ്? 12. എത്രാം ഭാഗത്തിലാണ്? 12ാം ഭാഗത്തിലാണ് ഇപ്പോ സ്വത്തവകാശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് ആർട്ടിക്കിൾ? 300A ആർട്ടിക്കിൾ 300A അനുച്ഛേദം 300A സ്വത്തവകാശം ഭരണഘടന പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിരുന്നത്. അതായത് പണ്ട് കാലത്ത് ഈ സ്വത്തവകാശത്തിനെ ആദ്യം എവിടെയാണ് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് ആർട്ടിക്കിൾ 31 ഭാഗമാക്കിയായിരുന്നു എന്ത് ചെയ്തിരുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ എവിടെ കിടക്കുവാണ്? 300A ഭാഗം 12 എന്ത് ചെയ്യുന്നത്? ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട വർഷം 1978. ഓൾറെഡി നമ്മൾ പറഞ്ഞു, 44ാം ഭേദഗതി പ്രകാരം നമ്മൾ ഓൾറെഡി പറഞ്ഞത്. സ്വത്തവകാശം നീക്കം ചെയ്യപ്പെട്ടപ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടപ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടപ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി ആണ്. ആരാണ് സുഹൃത്തുക്കളെ? മൊറാർജി ദേശായി ആണ്. പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലം സഞ്ജീവ റെഡ്ഡി ആണ്. പ്രസിഡന്റ് ആരാണ് സുഹൃത്തുക്കളെ? അത് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. സ്വത്തവകാശത്തെ നമ്മളെടുത്ത് മാറ്റിയപ്പോഴേക്കും പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി ആയിരുന്നു. അതുപോലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം വർഷം 1931. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ കറാച്ചി സമ്മേളനം വർഷം 1931. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്ന പേരാണ് റിട്ട്. മൗലിക അവകാശങ്ങള് സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്ന പേരാണ് റിട്ട്. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14. ഇനി പ്രധാനപ്പെട്ട ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാളോട് വിവേചനം പാടില്ല എന്നുള്ള ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 15. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാളോട് വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15. അവസര സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ 16. എല്ലാ മേഖലയിലും അവസര സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 16. അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ എത്രയാണ്? 17. അല്ലെങ്കിൽ അവനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് ഇപ്പോ PSC അതാണ് ചോദിക്കുന്നത്. അസ്പർശ്യതാ നിരോധന നിയമം. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അസ്പർശ്യത നിരോധന നിയമം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17. ഇപ്പൊ അങ്ങനെയാണ് ചോദിക്കുന്നത്, മറക്കല്ലേ. ഐക്യ നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 17. ഇപ്പോഴത് അറിയപ്പെടുന്ന പേരാണ് അസ്പർശ്യത നിരോധന നിയമം എന്ന്. അതും ആർട്ടിക്കിൾ എത്രയാണ്? 17. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17ന്റെ പുതിയ പേര്, നേരത്തെ നമ്മൾ പറഞ്ഞത് PSC ചോദിക്കുന്ന പേരാണ്. ഇപ്പോൾ പറയുന്നത് ആർട്ടിക്കിൾ 17ന്റെ പുതിയ പേരെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട്. മറക്കരുത്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 17. കൺഫ്യൂഷൻ ആവണ്ട, ഒന്നുകൂടി പറയാം. അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 17. ഇത്രയും നാളും PSC അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. എന്നാൽ ഇപ്പോൾ PSCയുടെ ട്രെൻഡിൽ വന്ന് കിടക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അസ്പർശ്യത നിരോധന നിയമം എന്നായിരിക്കും ചോദിക്കുന്നത്. അതും നമ്മുടെ ആർട്ടിക്കിൾ 17 തന്നെയാണ്.
എന്തെന്നാ പറയുന്നത്? അസ്പർശ്യതാ നിരോധന നിയമം എന്നായിരിക്കും ചോദിക്കുന്നത്. അതും ആർട്ടിക്കിൾ 17 തന്നെയാണ്. എന്നാൽ ഇനി നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ആർട്ടിക്കിൾ 17 ഇന്ത്യയുടെ പുതിയ പേരെന്തെന്ന് ചോദിച്ചാൽ അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട്. ആർട്ടിക്കിൾ 17ന്റെ പുതിയ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആണ്. സിവിൽ റൈറ്റ്സ് ആക്ട് ആണ്. ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ എത്രയാണ്? 18 ആണ്. ഇനി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കോഡിലേക്കാണ്. കോഡ് എന്നുള്ളത് സുഹൃത്തുക്കൾ നോക്കി വെച്ചേക്കുക. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ നമുക്ക് ഇനി പച്ചവെള്ളം പോലെ അങ്ങ് പഠിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള കോഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. TVA IBയിൽ ചേർന്നു എന്നങ്ങ് പഠിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. എന്താണ്? TVA എവിടെ ചേർന്നു? IBയിൽ എന്ത് ചെയ്തു? ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? 14, 15, 16, 17, 18 എന്ന് നേരെ താഴെയായിട്ട് എന്ത് ചെയ്യുക? എഴുതുക. നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയുള്ള മുഴുവനും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ തുല്യരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 14. അപ്പൊ ടീയുടെ താഴെ വന്നേക്കുന്നത് 14 അപ്പൊ ടി എന്ന് പറഞ്ഞാൽ തുല്യരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 14. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം പാടില്ല ആർട്ടിക്കിൾ 15. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം പാടില്ല ആർട്ടിക്കിൾ എത്രയാണ്? 15 ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസര സമത്വം ആർട്ടിക്കിൾ 16 ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? മലയാളത്തിൽ തന്നെ ചിന്തിച്ചോളേ. അവസര സമത്വം ആർട്ടിക്കിൾ 16. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസര സമത്വം ആർട്ടിക്കിൾ 16. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. ഒന്നുകൂടി പറയാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. മലയാളത്തിൽ സുഹൃത്തുക്കൾ ആലോചിക്കണേ. TVA IBയിൽ ചേർന്നു എന്ന് എഴുതുക. ടിക്ക് താഴെ 14, വിക്ക് താഴെ 15, എക്ക് താഴെ 16, ഐക്ക് താഴെ 17, അതുപോലെ ബിക്ക് താഴെ 18 എന്ന് എഴുതുക. അല്ലെങ്കിൽ എന്താണ്? TVA IB എന്ന് എഴുതിയിട്ട് 14, 15, 16, 17, 18 എന്ന് എഴുതുക. ഈ കോഡിൽ നിന്ന് തന്നെ നമുക്ക് 14 മുതൽ 18 വരെയുള്ള എല്ലാ ആർട്ടിക്കിളും നമുക്ക് ലഭിക്കും. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തുല്യരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 14 ആണത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം പാടില്ല ആർട്ടിക്കിൾ 15. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസര സമത്വം ആർട്ടിക്കിൾ 16. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. അതുപോലെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമതി നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. ലാസ്റ്റ് ഒന്നുകൂടി പറയുവാണ് നമ്മുടെ കോഡ്. TVA IBയിൽ ചേർന്നു എന്ന് എഴുതുക. അതിനുശേഷം 14, 15, 16, 17, 18 എന്ന് അതിന് നേരെ താഴെയായിട്ട് എഴുതുക. 14 മുതൽ 18 വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ PSC ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിളും ഇതോടുകൂടി നമ്മുടെ കയ്യിൽ സുരക്ഷിതമാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഭംഗർ എന്ന് പറയുന്നത്. എന്താ സുഹൃത്തുക്കളെ ഭംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് പറയുന്നത്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഭംഗർ എന്ന് പറയുന്നത്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഭംഗർ എന്ന് പറയുന്നത്. ഇപ്പോഴും ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഡൗട്ടുള്ള ഒരു മേഖലയാണ് ഖാദറും ഭംഗറും പഴയതാണോ പുതിയതാണോ? എടേ സുഹൃത്തുക്കളെ ഈസി ആയിട്ട് പഠിക്കാൻ ഒരു കോഡ് പറയട്ടാ. എടേ പഴയ എക്കൽ മണ്ണ് പഴയ വസ്തുക്കളിലല്ലേ ഫംഗസ് പിടിക്കുന്നത്? ഫംഗസ് എവിടെയാണ് പിടിക്കുന്നത്? പഴയ വസ്തുക്കളിലല്ലേ ഫംഗസ് പിടിക്കുന്നത്? നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന പഴകിയ ഭക്ഷണങ്ങളിൽ അല്ലെങ്കിൽ പഴകിയ വസ്തുക്കൾ പഴയ വസ്തുക്കളിലാണ് ഫംഗസ് പിടിക്കുന്നത്. അപ്പോ ഫംഗർ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ എക്കൽ മണ്ണാണ്. കാരണം എക്കൽ മണ്ണിരുന്ന് ഫംഗസ് പിടിച്ചെന്നങ്ങ് പഠിക്കുക. നമുക്ക് ഏതെങ്കിലും രീതിയിൽ പഠിച്ചെടുത്താൽ മതി. എക്സാം ഹാളിൽ ഇരുന്നാൽ നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. പഴയ എക്കൽ മണ്ണിന് ഫംഗസ് പിടിച്ചു എന്നങ്ങ് പഠിക്കുക. പഴയ എക്കൽ മണ്ണിന് എപ്പോഴും എന്താ സുഹൃത്തുക്കളെ? ഫംഗസ് പിടിക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഭംഗർ. ഇനി നിങ്ങൾ ഒരിക്കലും മറക്കില്ല. പഴയ എക്കൽ മണ്ണിൽ എന്ത് പിടിക്കും സുഹൃത്തുക്കളെ? ഫംഗസ് പിടിക്കും. അപ്പോ ഫംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ എക്കൽ മണ്ണ്. അപ്പോ അങ്ങനെയുള്ള പഴയ എക്കൽ മണ്ണിന്റെ നിക്ഷേപം അറിയപ്പെടുന്ന പേരാണ് ഭംഗർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഖാംഗർ എന്ന് പറയുന്നത്. ഭംഗറിന്റെ ഭാഗമായി തന്നെ പഠിക്കേണ്ട പോയിന്റ് ആണ് ഖാംഗർ എന്ന് പറയുന്നത്. ഖാംഗർ എന്ന് പറയപ്പെടുന്ന ചുണ്ണാമ്പു കല്ലുകളാൽ നിറഞ്ഞ പ്രദേശം കൃഷിക്ക് അനുയോജ്യമല്ല. ഈ ഖാംഗർ ചുണ്ണാമ്പു കല്ലിന്റെ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നു. ചുണ്ണാമ്പ് കല്ലിന്റെ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതിന് കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പ് കല്ലുകളാലാണ്. ഈ ചുണ്ണാമ്പ് കല്ലുകളാണ് എന്ത് ചെയ്യുന്നത്? നദികൾ ഒഴുകിക്കൊണ്ട് എവിടെ കൊണ്ടുവരുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന സമതല പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ സമതല പ്രദേശത്ത് ഭംഗറിനോട് ചേർന്ന് കാണപ്പെടുന്ന ഖാംഗർ എന്ന് പറയുന്ന ചുണ്ണാമ്പ് കല്ലുകളുടെ അളവ് കൂടുതലായതിനാൽ ഈ പ്രദേശത്ത് എന്ത് ചെയ്യുന്നില്ല? കൃഷി ചെയ്യുവാൻ കഴിയുന്നില്ല. ചുണ്ണാമ്പ് കല്ല് കൂടുതലായതുകൊണ്ട് ഇവിടെ എന്താണ്? കൃഷിക്ക് അനുയോജ്യമല്ല. ഇത് സുഹൃത്തുക്കൾ ഓർക്കുക. ഭംഗർ രൂപങ്ങൾ മധ്യ പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്.
മറക്കല് സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. ഭംഗർ രൂപങ്ങൾ എപ്പോൾ രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു? മധ്യ പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതായിട്ട് എന്ത് ചെയ്യുന്നു? കരുതപ്പെടുന്നു. ഈ ഒരു പോയിന്റ് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. മധ്യ പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ രൂപപ്പെട്ട മണ്ണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രൂപപ്പെട്ട എക്കൽ മണ്ണിന്റെ നിക്ഷേപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭംഗറാണ്. അപ്പോൾ തന്നെ അറിയാലോ ഫംഗസ് പിടിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഉത്തര മഹാസമതലത്തിന്റെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം. കാരണം എന്താ? ഉത്തര മഹാസമതലത്തിന്റെ രൂപീകരണത്തിന്റെ നാൾ മുതലേ എന്താണ് ഭംഗർ ഇങ്ങനെ വന്ന് എന്താണ് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം രൂപപ്പെടുന്നത് ഖാദർ, പിന്നെ രൂപപ്പെടുന്നത് ആരാണ്? ഭംഗർ എന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഖാദർ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് രൂപപ്പെടുന്ന എക്കൽ മണ്ണിനെയാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് പറയും. ഇവിടെ ചിത്രത്തിൽ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നദി ഒഴുകി വരുന്നു. നദിയോട് ചേർന്ന് ആരാ കാണപ്പെടുന്നത്? ഖാദറാണ്. നദിയിൽ നിന്ന് ഒത്തിരി ദൂരെയായി കാണപ്പെടുന്നതാണ് ഭംഗർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഭംഗറുകളും ആദ്യകാലത്ത് ഖാദറുകളായിരുന്നു. അതായത് പുതിയ എക്കൽ മണ്ണുകൾ രൂപീകരിക്കുന്നു, ഇതിന് നമ്മൾ ഖാദർ എന്ന് പറയുന്നു. ഇങ്ങനെ രൂപീകരിക്കുന്ന എക്കൽ മണ്ണിന് കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയ എക്കൽ മണ്ണ് വരുന്നു. സ്വാഭാവികമായിട്ടും ആദ്യം രൂപീകരിച്ച എക്കൽ മണ്ണ് എന്ത് ചെയ്യോടെ സുഹൃത്തുക്കളെ? അങ്ങോട്ട് മാറിക്കൊടുക്കും അല്ലേ? കാരണം പുതിയ എക്കൽ മണ്ണുകൾ വരുമ്പോഴത്തേക്കും പഴയ എക്കൽ മണ്ണ് എന്ത് ചെയ്യും? പയ്യെ പയ്യെ നദിയുടെ തീരത്ത് നിന്ന് എന്ത് ചെയ്യും? ദൂരേക്ക് നീക്കം ചെയ്യപ്പെടും. ഇങ്ങനെ ദൂരേക്ക് നീക്കം ചെയ്ത് രൂപീകരിച്ചതാണ് ആര്? ഭംഗർ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഭാഗം പറയുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാല്, കഴിഞ്ഞ PSC ചോദിച്ചിരുന്നു, നദിയുടെ ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഖാദറാണ്. കാരണം ഭംഗറിനെ എന്ത് ചെയ്യും? ഖാദർ നിരക്കി അങ്ങ് ദൂരെ കൊണ്ടുപോകും. പിന്നെ ഭംഗറിന് എന്ത് ചെയ്യത്തില്ല? നദിയുമായിട്ട് ബന്ധം കാണത്തില്ല. ഇത് സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഈ ഭാഗങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ മണ്ണിനം എന്ന് പറയുന്ന ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം സുഹൃത്തുക്കൾ അവിടെ വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഖാദർ എന്ന് പറയുന്നത്. ഖാദർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പുതിയ എന്താണ്? എക്കൽ നിക്ഷേപത്തിനെയാണ് ഖാദർ എന്ന് പറയുന്നത്. പുതിയ എക്കൽ നിക്ഷേപത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖാദർ എന്ന് പറയുന്നത്. പുതിയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്ന പേരാണ് ഖാദർ എന്ന് പറയുന്നത്. ഖാദർ എന്ന് പറയുന്ന പുതിയൊരു പേരാണ്, നമ്മളങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. പുതിയ എക്കൽ നിക്ഷേപത്തിന് അറിയപ്പെടുന്ന പേരാണ് ഖാദർ എന്ന് പറയുന്ന. പഴയ എക്കൽ നിക്ഷേപത്തിന് അറിയപ്പെടുന്ന പേരാണ് ഭംഗർ എന്ന് പറയുന്നത്. അതിന് പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ പറഞ്ഞു തന്നത്? പഴയ വസ്തുക്കളിൽ എന്ത് പിടിക്കും? ഫംഗസ് പിടിക്കും എന്ന് പറഞ്ഞു അല്ലെ. ഭംഗർ എന്ന് പറയുന്നത് എന്താണ്? പഴയ എക്കൽ മണ്ണാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശം എന്നറിയപ്പെടുന്നത് ഖാദറാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശം എന്നറിയപ്പെടുന്നത് ഖാദറാണ്. ഖാദറിനെ പറ്റി വിശദമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്നുള്ള ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ സുഹൃത്തുക്കൾ ശ്രമിക്കുക. ഇവിടെ 2 പോയിന്റ് മാത്രം പഠിച്ചു വയ്ക്കുക. ഉത്തര മഹാസമുദ്രത്തിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്ന പേരാണ് ഖാദർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശം എന്ന് ചോദിച്ചാൽ ഖാദറാണ്. നദി ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സമതല പ്രദേശത്താണ്. ഈ സമതല പ്രദേശത്ത് കയറിയോടുകൂടി നദി എന്ത് ചെയ്യും? അവന്റെ കയ്യിലുള്ള എല്ലാ അവസാദങ്ങളെയും ആ നദിയുടെ ഇരു കരകളിലേക്ക് എന്ത് ചെയ്യും? വീശി എറിഞ്ഞിട്ടായിരിക്കും നദി എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇങ്ങനെ വീശി എറിയുമ്പോൾ എന്തായിരിക്കും? നല്ല ഫ്രഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുതുമയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫലപുഷ്ടി അടങ്ങിയിട്ടുള്ള മണ്ണായിരിക്കും ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്നത്. ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന മണ്ണിനെയാണ് നമ്മൾ ഖാദർ എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ എന്ത് ചെയ്യും? സസ്യജാലങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യും? തഴച്ചു വളരും. കാരണം ഇഷ്ടം പോലെ എന്തുണ്ട്? ഫലപുഷ്ടിയുള്ള മണ്ണാണ് വന്നു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ നദിയോട് ഏറ്റവും ചേർന്നാണ് ഖാദർ കാണപ്പെടുന്നത്. അതുകൊണ്ട് നദിയിലെ ജലം നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം? ജലസേചനത്തിന് അല്ലെങ്കിൽ കൃഷിയുടെ ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് കൂടുതലായിട്ട് കൃഷി നടക്കുന്നത്. ഇനി സുഹൃത്തുക്കൾ മറക്കരുത്, ഖാദറും ഭംഗറും ഇനി മറക്കാൻ പാടില്ല. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം യുറാനസ് ആണ്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം ഏതാ സുഹൃത്തുക്കളെ? യുറാനസ് ആണ്. പഠിക്കുക, ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം ചോദിച്ചാൽ അത് യുറാനസ് ആണ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ യുറാനസ് ആണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. നീലഹരിത വർണ്ണത്താൽ കാണപ്പെടുന്ന ഗ്രഹം
യുറാനസ് ആണ്. നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. വലിപ്പത്തിലെ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ യുറാനസ് ആണ്. 1-ാം സ്ഥാനം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആരാണ്? വ്യാഴമാണ്. 2-ാം സ്ഥാനം ആരെന്ന് ചോദിച്ചാൽ ശനിയാണ്. 3-ാം സ്ഥാനം ആരാണ്? യുറാനസ് ആണ്. പഠിച്ചു വെക്കുക. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. പഠിക്കണേ. PSC 50-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. 17 മണിക്കൂർ കൊണ്ട് സ്വയം ഭ്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹം യുറാനസ് ആണ്. 17 മണിക്കൂർ കൊണ്ട് ഭ്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. ഒന്നുകൂടി പറയുവാണേ. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം യുറാനസ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ യുറാനസ് ആണ്. 17 മണിക്കൂർ കൊണ്ട് ഭ്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഭൂവൽക്കത്തിൽ പ്രധാനമായും 2ആയി തരംതിരിക്കുന്നു. ഭൂവൽക്കത്തിന് നമ്മൾ പ്രധാനമായിട്ടും 2ആയി തരംതിരിക്കുന്നു. സമുദ്ര ഭൂവൽക്കം എന്നും അതുപോലെ വൻകരാ ഭൂവൽക്കം എന്നും. സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് വരുന്ന ഭൂവൽക്ക പ്രദേശത്തെ സമുദ്ര ഭൂവൽക്കം എന്നും വൻകര ഭാഗമായി വരുന്ന ഭൂവൽക്ക പ്രദേശത്തെ വൻകരാ ഭൂവൽക്ക പ്രദേശം എന്ന് നമ്മൾ വിളിക്കുന്നു. സമുദ്ര ഭൂവൽക്കം സിലിക്ക, മെഗ്നീഷ്യം എന്നീ ധാതുക്കൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സിമ എന്ന് വിളിക്കപ്പെടുന്നു. ഏതൊക്കെയാ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ധാതുക്കള്? സിലിക്കയും മെഗ്നീഷ്യവും. അതുകൊണ്ട് തന്നെ സിലിക്കയുടെ Siയും അതുപോലെ തന്നെ മെഗ്നീഷ്യത്തിന്റെ MAയും ചേർത്തുകൊണ്ട് നമ്മൾ അവനെ എന്തെന്ന് വിളിച്ചു? സിമ എന്ന് വിളിച്ചു. അപ്പോ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന പേരെന്താണ്? സിമ എന്നാണ്. ഒത്തിരി തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. സിലിക്ക, മെഗ്നീഷ്യം എന്നീ ധാതുക്കൾ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ വിളിക്കപ്പെടുന്ന പേരാണ് സിമ എന്ന്. സിമയിലെ SI എന്ന് പറയുന്നത് നമ്മുടെ സിലിക്കാനെ സൂചിപ്പിക്കുന്നു. അതുപോലെ MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗ്നീഷ്യത്തിന്റെ ആദ്യത്തെ 2 ലെറ്ററും ചേർത്തുകൊണ്ട് നമ്മൾ എന്തെന്ന് വിളിച്ചു? അവനെ സിമ എന്ന് വിളിച്ചു. സമുദ്ര ഭൂവൽക്കത്തിന് താരതമ്യേന കട്ടി കുറവാണ്. പഠിക്കണം. ഇങ്ങനെയുള്ള പോയിന്റ് ആണ് LDC ലെവലിൽ PSC ചോദിക്കുന്നത്. സമുദ്ര ഭൂവൽക്കത്തിന് താരതമ്യേന കട്ടി കുറവായിരിക്കും. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 5 കിലോമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 5 കിലോമീറ്റർ ആണ്. സാന്ദ്രത ഏറ്റവും കൂടുതൽ സമുദ്ര ഭൂവൽക്കത്തിനാണ്. സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് സമുദ്ര ഭൂവൽക്കത്തിനാണ്. ആരെ കമ്പയർ ചെയ്യുമ്പോഴാണ് സുഹൃത്തുക്കളെ? ഈ സമുദ്ര ഭൂവൽക്കവും വൻകരാ ഭൂവൽക്കവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത ആർക്കുള്ളത്? സമുദ്ര ഭൂവൽക്കത്തിനുള്ളത്. സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത ചോദിച്ചാൽ 3 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. പഠിച്ചോളെ. 3 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ് സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സമുദ്ര ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക, മെഗ്നീഷ്യം എന്നീ ധാതുക്കൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സിലിക്കന്റെ SIയും അതുപോലെ തന്നെ മെഗ്നീഷ്യത്തിന്റെ ആദ്യ ലെറ്ററായ MAയും ചേർത്തുകൊണ്ട് സിമ എന്ന പേരിൽ നമ്മൾ വിളിക്കപ്പെടുന്നു. സമുദ്ര ഭൂവൽക്കത്തിന് താരതമ്യേന കട്ടി കുറവാണ്. സമുദ്രമല്ലേ, അപ്പൊ ചെളിയൊക്കെ ആയിരിക്കും. ചവിട്ടം എന്ത് ചെയ്യും? താന്നു പോകുന്ന ഓർത്താൽ മതി. അപ്പോ സമുദ്ര ഭൂവൽക്കത്തിന് താരതമ്യേന കട്ടി കുറവാണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം ചോദിച്ചാൽ അത് 5 കിലോമീറ്റർ ആണ്. സാന്ദ്രത ഏറ്റവും കൂടുതൽ സമുദ്ര ഭൂവൽക്കത്തിനാണ്. അതിന്റെ സാന്ദ്രത കൂടി ഒന്ന് സുഹൃത്തുക്കൾ പഠിക്കുക. 3 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൻകരാ ഭൂവൽക്കത്തെ പറ്റിയാണ്. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വൻകരാ ഭൂവൽക്കത്തിനെ സിയാൽ എന്ന് വിളിക്കപ്പെടുന്നു. പഠിക്കണേ. സിലിക്ക, അലുമിനിയം എന്നീ ധാതുക്കൾ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ട് വൻകരാ ഭൂവൽക്കത്തിനെ സിയാൽ എന്ന പേരിൽ വിളിക്കുന്നു. സിലിക്കയുടെ SIയും നേരത്തെ എടുത്തതുപോലെ തന്നെ ഇവിടെ എന്താണ്? മെഗ്നീഷ്യം മാറി അലുമിന വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? AL ചേർക്കുന്നു. അപ്പോൾ സിയാൽ എന്ന് നമുക്ക് വിളിക്കാം. ആരെ? വൻകരാ ഭൂവൽക്കത്തെ. അപ്പോൾ വൻകരാ ഭൂവൽക്കത്തെ വിളിക്കുന്ന പേരെന്താണ്? സിയാൽ എന്നാണ്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വൻകരാ ഭൂവൽക്കത്തിന് താരതമ്യേന കട്ടി കൂടുതലായിരിക്കും. പഠിക്കുക. വൻകരാ ഭൂവൽക്കത്തിന് താരതമ്യേന കട്ടി കൂടുതലായിരിക്കും. വൻകരാ ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 30 കിലോമീറ്റർ ആണ്. വൻകരാ ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്രയാ സുഹൃത്തുക്കളെ? 30 കിലോമീറ്റർ ആണ്. വൻകരാ ഭൂവൽക്കത്തിന്റെ സാന്ദ്രത ചോദിച്ചു കഴിഞ്ഞാൽ അത് 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. വൻകരാ ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്.
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് പർവ്വത പ്രദേശത്താണ്. പഠിക്കുക, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് എവിടെയാണ്? പർവ്വത പ്രദേശത്തിനാണ്. പർവ്വത പ്രദേശത്തെ ഭൂവൽക്കത്തിന്റെ കട്ടി 70 കിലോമീറ്ററോളം വരുന്നു. പഠിക്കണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പർവ്വത പ്രദേശത്തെ ഭൂവൽക്കത്തിന്റെ കട്ടി എത്രയായിരിക്കും? 70 കിലോമീറ്റർ വരെ ആയിരിക്കും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, വൻകര ഭൂവൽക്കമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൻകര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത് സിലിക്ക, അലുമിന എന്നീ ധാതുക്കളാണ്. ഈ സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സിലിക്കന്റെ SiM അലുമിനിയത്തിന്റെ Al ചേർത്തുകൊണ്ട് നമ്മൾ സിയാൽ എന്ന പേരിൽ ആരെ വിളിക്കുന്നു? വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്നു. വൻകര ഭൂവൽക്കത്തിന് താരതമ്യേന കട്ടി കൂടുതലായിരിക്കും. വൻകര ഭൂവൽക്കത്തിന് താരതമ്യേന കട്ടി കൂടുതലായിരിക്കും. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം ചോദിച്ചാൽ അത് 30 കിലോമീറ്റർ. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 30 കിലോമീറ്റർ. വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. ഇതൊന്ന് പഠിച്ചോളണേ. വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ എന്ന് തന്നെ പഠിക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് പർവ്വത പ്രദേശത്തായിരിക്കും. ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് എവിടെയായിരിക്കും? പർവ്വത പ്രദേശത്തായിരിക്കും. പർവ്വത പ്രദേശത്തെ ഭൂവൽക്കത്തിന്റെ കട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് 70 കിലോമീറ്റർ ആണ്. പർവ്വത പ്രദേശത്തെ ഭൂവൽക്കത്തിന്റെ കട്ടി എത്ര സുഹൃത്തുക്കളെ? 70 കിലോമീറ്റർ ആണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കും. ക്യാപ്സ്യൂൾ രൂപത്തിൽ അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ ഭാഗമായുള്ള ടിബറ്റൻ പ്രവിശ്യയിലെ കൈലാസ് പർവ്വതത്തിന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന മാൻസ് സരോവരം തടാകത്തിന്റെ ഭാഗമായി വരുന്ന ബോകാർച്ചു ഹിമാനിയിൽ നിന്നുമാണ്. ഒറ്റ സെന്റൻസിൽ മാക്സിമം പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ ചൈനയുടെ ഭാഗമായി വരുന്ന ടിബറ്റൻ പ്രവിശ്യയിലെ കൈലാസ പർവ്വതത്തിന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന മാനസ സരോവരം തടാകത്തിന്റെ ഭാഗമായി വരുന്ന ബോകാർച്ചു ഹിമാനിയിൽ നിന്നുമാണ്. ഡെംചോക്ക് എന്ന പ്രദേശത്ത് വെച്ച് സിന്ധു നദി ലഡാക്കിലേക്ക് പ്രവേശിക്കുന്നു. ഡെംചോക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് സിന്ധു നദി ലഡാക്കിലേക്ക് പ്രവേശിക്കുന്നു. സസ്കർ മലനിരകൾക്കും ലഡാക്ക് മലനിരകൾക്കും ഇടയിലൂടെ ദീർഘദൂരം സിന്ധു നദി ഒഴുകുന്നു. സസ്കർ മലനിരകൾക്കും ലഡാക്ക് മലനിരകൾക്കും ഇടയിലൂടെ സിന്ധു നദി ദീർഘദൂരം ഒഴുകുന്നു. ദുഗ്ധി പ്രദേശത്ത് വെച്ച് സിന്ധു നദി ലഡാക്ക് മലനിരകളെ മുറിച്ചു കടക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്, ദുഗ്ധി പ്രദേശത്ത് വെച്ച് ലഡാക്കിന്റെ ഭാഗമായി വരുന്ന ദുഗ്ധി പ്രദേശത്ത് വെച്ച് സിന്ധു നദി ലഡാക്ക് മലനിരയെ മുറിച്ചു കടക്കുന്നു. ലേ പട്ടണത്തിലൂടെ ഒഴുകുന്ന സിന്ധു നദി കാർഗിലിലെ ബാത്തലിക് വെച്ച് LOCയെ മുറിച്ചു കടക്കുന്നു. അതായത് ലൈൻ ഓഫ് കൺട്രോളിനെ മുറിച്ചു കടക്കുന്നു. ആര്? സിന്ധു നദി. എവിടെ വെച്ചാണ്? ബാത്തലിക് പ്രദേശത്ത് വെച്ച്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? കാർഗിലിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോ ലേ പട്ടണത്തിലൂടെ ഒഴുകുന്ന സിന്ധു നദി കാർഗിലിലെ ബാത്തലിക്കിൽ വെച്ച് LOC അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിനെ മുറിച്ചു കടക്കുന്നു. ജമ്മു കാശ്മീരിന്റെ ഭാഗമായി വരുന്ന ഗിൽജിത്ത് മേഖലയിൽ വെച്ച് നദി അതിമനോഹരമായ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. ജമ്മു കാശ്മീരിന്റെ ഭാഗമായി വരുന്ന ഗിൽഗിത്ത് മേഖലയിൽ വെച്ച് നദി അതിമനോഹരമായ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ദാർദിസ്ഥാനിലെ പ്രദേശത്തെ ചില്ലാറിനടുത്ത്, അതിൽ നമ്മൾ ചില്ലാറ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദാർദിസ്ഥാനാണ് കൃത്യമായിട്ടുള്ള പ്രദേശം. അതിലെ ചില്ലാറാണ് കൃത്യമായിട്ടുള്ള പിൻ പോയിന്റ് പ്രദേശം എന്ന് പറയുന്നത് ചില്ലാറാണ്. ഈ ചില്ലാർ സ്ഥിതി ചെയ്യുന്നത് ദാർദിസ്ഥാനിലാണ്. ദാർദിസ്ഥാനിലെ ചില്ലാർ പ്രദേശത്ത് വെച്ച് സിന്ധു നദി പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നു. എന്താ പറഞ്ഞത്? ദാർദിസ്ഥാനിലെ ചില്ലാറിൽ അടുത്ത് വെച്ച് സിന്ധു നദി എന്ത് ചെയ്യുന്നു? പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ചുരമാണ് ചോദിക്കുന്നെങ്കിൽ അത് ഖൈബർ ചുരമാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ചുരമാണ് ചോദിക്കുന്നെങ്കിൽ അത് ഖൈബർ ചുരമാണ്. പാകിസ്ഥാന്റെ ഭാഗമായുള്ള സിന്ധ് മേഖലയിൽ നദി കൂടുതൽ ഡെൽറ്റ നിക്ഷേപങ്ങൾ നടത്തുന്നു. പാകിസ്ഥാന്റെ ഭാഗമായുള്ള സിന്ധ് മേഖലയിൽ നദി കൂടുതലായി ഡെൽറ്റ നിക്ഷേപങ്ങൾ നടത്തുന്നു. പാകിസ്ഥാന്റെ ഭാഗമായുള്ള കറാച്ചിയിൽ വെച്ച് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള കറാച്ചിയിൽ വെച്ച് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. കേരള കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 നമ്മൾ കേരള കായിക ദിനമായി ആചരിക്കുന്നത്. 1954 തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ സ്ഥാപിച്ചത് ഗോദവർമ്മ രാജയാണ്. 1954 തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ സ്ഥാപിച്ചത് ഗോദവർമ്മ രാജയാണ്. 1974 തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന് പുനഃനാമകരണം ചെയ്യപ്പെട്ടു. 1954 തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചത് ഗോദവർമ്മ രാജയാണ്.
അതിനുശേഷം കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തോടുകൂടി 1974 തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിലിനെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന് പുനഃനാമകരണം ചെയ്തു. KSSC അതായത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കേട്ടോ. ആ KSSCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗോദവർമ്മ രാജയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. KSSC അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗോദവർമ്മ രാജയാണ്. BCCAയുടെ വൈസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ മലയാളി ഗോദവർമ്മ രാജയാണ്. BCCA എന്ന് പറഞ്ഞാൽ അറിയാലോ സുഹൃത്തുക്കളെ, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന BCCAയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആദ്യത്തെ മലയാളി ആയിരുന്നു ചോദിച്ചാൽ അത് ഗോദവർമ്മ രാജയാണ്. KSSCയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ KSSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. KSSCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് U ഷറഫ് അലിയാണ്. KSSCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് U ഷറഫ് അലിയാണ്. ഇദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ U ഷറഫ് അലിയാണ് ഇപ്പോഴത്തെ KSSCയുടെ പ്രസിഡന്റ്. അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു. ഗോദവർമ്മ രാജ പുരസ്കാരം നൽകി തുടങ്ങിയത് 1976 മുതലാണ്. ഗോദവർമ്മ രാജ പുരസ്കാരം നൽകി തുടങ്ങിയത് 1976 മുതലാണ്. പുരസ്കാര തുക 3 ലക്ഷം രൂപയാണ്. ഗോദവർമ്മ രാജ പുരസ്കാര തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. GB രാജ പുരസ്കാരം അല്ലെങ്കിൽ ഗോദവർമ്മ രാജ പുരസ്കാരം ആദ്യമായി നേടിയത് MB സത്യനാഥനാണ്. പഠിച്ചോളനെ, GB രാജ പുരസ്കാരം അല്ലെങ്കിൽ ഗോദവർമ്മ രാജ പുരസ്കാരം ആദ്യമായി നേടിയത് MB സത്യനാഥനാണ്. 2023 GB രാജ പുരസ്കാരം നേടിയത് M ശ്രീശങ്കർ ആണ്. അദ്ദേഹം ഒരു ലോങ് ജമ്പ് താരമാണ്. അതിനോടൊപ്പം തന്നെ അപർണ ബാലൻ അവരൊരു ബാഡ്മിന്റൺ താരവുമാണ്. പഠിച്ചോളനെ, 2023 GB രാജ പുരസ്കാരം നേടിയത് M ശ്രീശങ്കർ ആണ്. M ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്. അതിനോടൊപ്പം തന്നെ ആർക്ക് ലഭിച്ചു? അപർണ ബാലൻ ലഭിച്ചു. അവരൊരു ബാഡ്മിന്റൺ താരവുമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. കേരള കായിക ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 13 1954 തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ സ്ഥാപിച്ചത് ഗോദവർമ്മ രാജയാണ്. 1974 തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന് പുനഃനാമകരണം ചെയ്യപ്പെട്ടു. KSSC അഥവാ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഗോദവർമ്മ രാജയാണ്. BCCA അഥവാ ബോർഡ് ഓഫ് കൺട്രോൾ ഇൻ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആദ്യത്തെ മലയാളി ഗോദവർമ്മ രാജ. KSSCയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. ഗോദവർമ്മ രാജ പുരസ്കാരം നൽകി തുടങ്ങിയത് 1976 മുതൽ. പുരസ്കാര തുക 3 ലക്ഷം രൂപ. GB രാജ പുരസ്കാരം ആദ്യമായി നേടിയത് MB സത്യനാഥനാണ്. 2023 GB രാജ പുരസ്കാരം നേടിയത് M ശ്രീശങ്കർ, ലോങ് ജമ്പ് താരമാണ് അദ്ദേഹം. അതിനോടൊപ്പം തന്നെ അപർണ ബാലൻ അവരൊരു ബാഡ്മിന്റൺ താരവുമാണ്. പഠിക്കുക. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.